ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല കിടിലൻ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് നാട്ടിലേക്കാണ് നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ, ഒരല്പം മഴയൊക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരല്പം 2 പെഗ് അടിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് സാധാരണ എല്ലാവരും പറയാറുണ്ട്. ശരിയല്ലേ ഞാൻ പറയാം? അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു ഫീലാണ് ഇപ്പോൾ ഇവിടെ. അതായത് നല്ല സ്നോ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നോ പെയ്യുമ്പം ഒരു ഡ്രിങ്ക് ഒരു പെഗ് അടിച്ച കൊള്ളാൻ എനിക്ക് ആഗ്രഹം. പക്ഷേ ഒരു വെറൈറ്റി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. മറ്റൊരു കറ്റാർ വാഴയും നമ്മുടെ ബെക്കാടിയും കൂടെ ചേർത്താൽ എങ്ങനെ അടിപൊളിയായിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആലുവെര, അതായത് നമ്മുടെ നാട്ടിലെ കറ്റാർ വാഴ എന്ന് പറയുന്നത്. ഇതിവിടെ ഞാൻ വീട്ടിൽ വളർത്തുന്ന, അതായത് ചെടിച്ചട്ടിയിൽ വളർത്തുന്ന കറ്റാർ വാഴയാണ്. ഇതിൽ നല്ലൊരു ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു നല്ലൊരു ലീഫ് കട്ട് ചെയ്യുവാണ്. ഇത് ശരിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളൊരു കറയുണ്ട് ഇതിന്. അപ്പോൾ ഇത് ശരിക്ക് ക്ലീൻ ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് ആദ്യ ഭാഗമായിട്ട് ഇതിൻ്റെ സ്കിന്ന് എടുത്ത് കളയണം. ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്ത് ഈ അതിൻ്റെ അകത്തുള്ള ആ ഒരു നല്ല പോഷൻ മാത്രം നമുക്ക് എടുക്കാം. നമുക്ക് ഇത്രയും പോഷൻ മതി തൽക്കാലം. ഇനി ഇതിൻ്റെ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്കിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഈ സൈഡ് ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സൈഡും കൂടെ നമുക്ക് ഇതുപോലെ എടുക്കാം. ഞാനത് ശരിക്കും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും സ്കിന്ന് കളഞ്ഞിട്ടുണ്ട്. ആ സ്കിന്ന് കളഞ്ഞാൽ നമുക്ക് നല്ലൊരു ജെല്ലി പോർഷനായിട്ട് ഇതിനെ കിട്ടും. ഇനി നമുക്കിത് ശരിക്കും ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് കഴുകുന്ന ക്ലിയറായിട്ട് കഴുകിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ലിക്വിഡ് ഉണ്ട് ഇതിൻ്റെ. ആ ലിക്വിഡ് പൂർണ്ണമായിട്ടും മാറണം. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ശരിക്കും വാഷ് ചെയ്തെടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അകത്തൊരു അല്പം കൂടിയൊക്കെ പോകാനുണ്ട്. സ്കിന്നിൻ്റെ ചെറിയൊരു പോർഷനുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ശരിക്ക് ക്ലിയറായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ശരിക്കും കട്ട് ചെയ്തു. ഇനി ചെറിയ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്ന ആ ഒരു ആലുവേര, അതായത് നമ്മുടെ കറ്റാർ വാഴയുടെ ജെൽ പോർഷനാണിത്. ശരിക്കും വാഷ് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരല്പം ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസാണ്. ഞാൻ ഇവിടെ ജ്യൂസ് ആക്കി തന്നെ ഇത് എടുക്കാൻ പോകണം. അതായിരിക്കും ചൂടെ ക്ലിയറായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇതുവരെ സ്ക്യൂസ് ചെയ്തിട്ട് എടുക്കുന്നു. ഇതല്ലാതെ വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു പെർഫെക്ഷൻ കിട്ടും എന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരു നാരങ്ങ മൊത്തമായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുവാണ്. കാരണം എങ്കിലേ നല്ല ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് നല്ല ഒരു ജ്യൂസ് കിട്ടും. നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ അല്ലിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വീഴും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കാര്യം. എന്നാൽ ഞാൻ അതോടൊപ്പം തന്നെ ഒരല്പം ഐസ് ക്യൂബ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഫേവറേറ്റ് സാധനം ഇതാണ് സാധാരണ നമ്മുടെ ബക്കാടി. ഇത് നമുക്ക് ഏത് വൈറ്റ് റൂം ഉപയോഗിച്ചും അതല്ലെങ്കിൽ നമുക്ക് വോഡ്ക ഉപയോഗിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ബക്കാടിയാണ് മാത്രം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് നമുക്കൊരല്പം ഐസ് ക്യൂബ് ഇടാം. ആദ്യം തന്നെ അതിടുക. അലുവേര ജെല്ല്, അതായത് നമ്മുടെ കറ്റാർ വാഴ ജെല്ല്. ഓക്കെ, അത്ര ഇട്ട ശേഷം നമുക്കിനി വേണ്ടത് നമ്മൾ നേരത്തെ സ്ക്യൂസ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലൈം ജ്യൂസ് അതുകൂടി ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറാണത്. ഇനി അടുത്തത് നമുക്ക് ഒരു പച്ചമുളക് എടുക്കാം. ഇത് ഓപ്ഷനാണ്. താല്പര്യമുള്ളവർ മാത്രം ഇത് ചെയ്തിച്ചാൽ മതി. പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഇത് 2 പീസാക്കി കട്ട് ചെയ്യാം. ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇത് താല്പര്യമുള്ളവർ മാത്രം ചെയ്തേച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ ബക്കാടിയും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഏകദേശം ഒരു ബെക്കോളം നമുക്ക് ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരല്പം സോഡയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. സോഡ മാത്രം ഇതിന്
ഉപയോഗിക്കുക, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ സോഡയും കൂടി ഇതുപോലെ ഒന്ന് ഒഴിക്കാം. അതാണ് നമ്മുടെ കറ്റാർ വാഴ ബക്കാഡി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റിൽ തന്നെ ബക്കാഡിയുടെ ടേസ്റ്റ്, ലെമണിൻ്റെ ടേസ്റ്റ്, അതുകൂടാതെ നമ്മളിട്ട ആലുവേരയുടെ ആ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ, ഒരു ടിപ്പിക്കൽ ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ചില്ലിയുടെ ഫ്ലേവറും ആകുമ്പോഴത്തേന് സംഭവം കിടിലമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വയസ്സ് കിട്ടുന്നുണ്ടോ, പുറത്ത് വയസ്സാണ്. വേണമെങ്കിൽ നമുക്ക് ടച്ചിങ്സ് ആയിട്ട് ഇതാ ഒറിജിനലായിട്ടുള്ള സാധനം. സൂപ്പർ. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ഇങ്ങനെ ഒന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് റെയറായിട്ട് കിട്ടുന്ന ഒരു ഒക്കേഷനാണ്. എന്നാലും ഞാനത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആലുവേര, അതായത് നമ്മുടെ കറ്റാർവാഴ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കഴുകിയെടുക്കണം. അതല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. അപ്പോൾ ചില പ്രോപ്പറായിട്ട് കഴുകിയെടുത്താൽ നല്ല കിടിലൻ സാധനമായിരിക്കും, വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗ്. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.